ഗലാത്യലേഖനം 1 അധ്യായത്തിൻ്റെ രത്നച്ചുരുക്കം 2 ഭാഗം. 11. പൗലോസിനെ ജാതികൾക്ക് പ്രകാശമാക്കി തീർത്തതുപോലെ നമ്മയും മറ്റൊരു പൗലോസാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 12. ദൈവവിളിക്ക് അനുയോജ്യമായ ജീവിതചര്യയാവണം നാം അനുദിനം പുലർത്തേണ്ടതെന്ന് ഓർക്കുക. 13. പൗലോസ് തിരഞ്ഞെടുത്ത ഏകാന്തത എന്ന അറേബ്യ വിശ്വാസിക്ക് ക്രിസ്തുവിൽ ബലപ്പെടുവാൻ സഹായിക്കുന്ന വഴിയാണ്. 14. നമ്മുടെ യാത്രയിൽ പരിശുദ്ധാത്മാവിനാൽ ആലോചന ലഭിച്ച് ദൈവത്താൽ നയിക്കപ്പെട്ടവരായിരിക്കുക. 15. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശുദ്ധിയുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ കുടുംബമായി ഏകാന്തത എന്ന അറേബ്യ ഇടയ്ക്കിടെ പ്രാപിക്കുക. 16. നോമ്പുപവാസങ്ങളിലൂടെ ദൈവസംസർഗവും ആത്മീയ കരുത്തും പ്രാപിച്ച് സാത്താൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുക. 17. മനസ്സാന്തരപ്പെട്ടാൽ ഉടൻ യഥേഷ്ടം സുവിശേഷ വേലയ്ക്ക് പോകാതെ സഭയാൽ അയക്കപ്പെടുവാൻ തക്കവണ്ണം സഭയ്ക്ക് കീഴ്പ്പെടുക. 18. വിശ്വാസികളായ നാം ഓരോരുത്തരും ആത്മീയവും ലൗകികവുമായ നമ്മുടെ കർമ്മമേഖലകളിൽ ദൈവത്താൽ സ്ഥാപിതമായ അധികാരസ്ഥരെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും വിശുദ്ധിയുടെ പാതയിൽ അംഗീകരിക്കുകയും കൂട്ടായ പ്രവർത്തനം നടത്തുകയും ചെയ്യുക. 19. സുവിശേഷവേല സ്വന്തം ദേശം അഥവാ കംഫോർട്ട് സോണിൽ നിന്ന് ആരംഭിക്കുക. 20. മാമോദിസയേറ്റ നമ്മെയും ക്രിസ്തു പിടിച്ചിരിക്കുന്നു. പാപം ചെയ്ത പിടിവിടുവിക്കുവാൻ ശ്രമിക്കാതെ സർവശക്തനും നീതിമാനും വിശുദ്ധനുമായ നമ്മുടെ സത്യേക ദൈവത്തെ സ്നേഹിച്ച് അനുസരിച്ച് വിശ്വസിച്ച് ആരാധിച്ച് ജീവിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.